നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിക്ക അസുഖങ്ങളുടെയും കാരണം രക്തക്കുഴലുമായി ബന്ധപ്പെട്ടതാണ്. അതിലുണ്ടാകുന്ന തടസ്സങ്ങളാണ്. ഇത്തരം തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന വിഭാഗം. ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ച് വിശദമാക്കാൻ മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ റിനോയ് ആർ ആനന്ദ് നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിക്ക് വലിയൊരു റോളുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞു തുടങ്ങാം. ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ പല കോംപ്ലക്സ് അസുഖങ്ങളും നമുക്ക് വലിയ കീറലുകളൊന്നും ഇല്ലാതെ തന്നെ ചെറിയ ദ്വാരത്തിൽ കൂടെ, അതായത് പിൻ ഹോൾ എന്ന് പറയും, പിൻ ഹോൾ ഒരു പെന്നിൻ്റെ റീഫിൽ കയറാൻ പറ്റുന്ന അത്രയും ചെറിയ ദ്വാരത്തിൽ കൂടെ പോയി അത് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് പല അവയവങ്ങളെ ആവാം. ചിലപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിലെ ആവാം, നെഞ്ചിൻ്റെ ഉള്ളിലെ ആവാം, കാലോ അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിലോ പല രോഗങ്ങളും. പ്രധാനമായിട്ടും രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാവാം. പക്ഷേ രക്തക്കുഴലുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പല ട്യൂമറുകളും ഇതിൽ അതുപോലെ തന്നെ ചികിത്സിക്കാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ രക്തക്കുഴലുകളുടെ തടസ്സപ്പെട്ടിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട അസുഖങ്ങളൊക്കെ എന്തെല്ലാം? പ്രധാനപ്പെട്ട അസുഖങ്ങൾ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് വേർതിരിക്കാം. ഒന്ന് രക്തക്കുഴൽ അടയുന്ന അസുഖങ്ങൾ, രണ്ടാമത്തെ രക്തക്കുഴൽ പൊട്ടുന്ന അസുഖങ്ങൾ. ഇപ്പോൾ രക്തക്കുഴൽ അടയുന്നതായിട്ടുള്ളത് നമ്മൾ തലച്ചോറിലെ സ്ട്രോക്ക്, ഇഷ്കീമിക് സ്ട്രോക്ക്, തലച്ചോറിലെ രക്തക്കുഴൽ ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലിൽ കൊഴുപ്പുകട്ട വന്ന് അത് ചുരുങ്ങുക. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റേത് ഭാഗത്തെയും ഹൃദയം ഒഴിച്ച് ബാക്കിയുള്ള അവയവങ്ങൾ, അതായത് വയറ്റിലെ രക്തക്കുഴലുകൾ അടയുക, കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ അടയുക, അതിനെയാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ, അതായത് രക്തക്കുഴലുകൾ ബൾജ് പോലെ ബ്ലീഡ് ചെയ്യുന്നത്, അത് തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ അന്യൂറിസം എന്ന് പറയും, സെറിബ്രൽ അന്യൂറിസം, അല്ലെങ്കിൽ വയറ്റിലെ അയോർട്ടിക് അന്യൂറിസം. അതുപോലെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഏത് രക്തക്കുഴലിൽ വേണമെങ്കിലും അന്യൂറിസം വരാം. ഇനി ഇതൊന്നും അല്ലാതെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് കാലിൽ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നത്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന രോഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എടുക്കാൻ പറ്റിയ സ്ട്രോക്കാണ്. ഒരുപാട് ആളുകളിൽ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ സാറിനെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ബ്ലോക്ക് വന്നിട്ട് വരാം, ബ്ലീഡിങ് വരാം. ആ സ്റ്റേജിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റോള്? ഇതിപ്പോൾ സ്ട്രോക്ക് ബ്ലോക്ക് കാരണമുള്ള സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. അതായത് ഒരു 6 മണിക്കൂറിനുള്ളിൽ രോഗി എത്തുകയാണെങ്കിൽ നമ്മൾ വേഗം MRI എടുത്ത് തലച്ചോറിൻ്റെ എത്ര ഭാഗം നമുക്ക് കരിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കരിയാൻ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. വലിയൊരു ഭാഗം കരിഞ്ഞിട്ടില്ല, ഇനി കരിയാൻ പോകുന്ന പോലെ നിൽക്കുന്ന ഒരു അറ്റ് റിസ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഒരു പ്രത്യേകതരം മരുന്ന്, രക്തം അലിയിക്കുന്ന മരുന്ന് കൊടുക്കുകയോ, അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ട്യൂബുകൾ ഇട്ടിട്ട്, പ്രത്യേകതരം ഡിവൈസുകൾ ഇട്ടിട്ട് ആ രക്തക്കട്ടേനെ വലിച്ച് എടുക്കുന്ന, അതായത് ഈ അടഞ്ഞ രക്തക്കുഴലിനെ വീണ്ടും തുറക്കുന്ന ഒരു എമർജൻസി പ്രൊസീജിയറുണ്ട്, മെക്കാനിക്കൽ ത്രോംബക്ടമി. അത് ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കാരാണ് പൊതുവേ പല ഹോസ്പിറ്റലുകളിലും നടത്തുന്നത്. അതാണ് സ്ട്രോക്കിൻ്റെ ഈ രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ളതിലുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ്. ഇനി സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കെരോട്ടിഡ് സ്റ്റീനോസിസ്, കഴുത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവുക. അതായത് നമ്മൾ അറ്റാക്കിന് സമാനമായിട്ടുള്ള കൊഴുപ്പുകട്ട കാരണം രക്തക്കുഴൽ ബ്ലോക്കായി തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കെരോട്ടിഡ് സ്റ്റെൻഡിങ്, അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. ഇനി തലച്ചോറിൽ രക്തം പൊട്ടുന്ന അവസ്ഥകളുണ്ട്. BP കൂടിയിട്ട് പൊട്ടുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്നത്. അതിലല്ല BP, അതല്ലാതെ തന്നെ തലച്ചോറിൻ്റെ രക്തക്കുഴലുകൾ അബ്നോർമലായിട്ട്, പുകവലിക്കുന്നവർക്ക് ഇങ്ങനെ അബ്നോർമാലിറ്റി ഉണ്ടാവും. അതായത് തലച്ചോറിലെ രക്തക്കുഴലുകൾ ഒരു കുമിള പോലെ വീർത്ത് അന്യൂറിസം എന്ന് പറയും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനോ, അല്ലെങ്കിൽ പൊതുവേ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു 45 to 60 ഇയേഴ്സ് ഉള്ളൊരു ലേഡീസിനാണ് ഇത് കൂടുതലായിട്ടും കാണുക. അങ്ങനെയുള്ളവർക്ക് തലച്ചോറിലെ രക്തക്കുഴലിൽ ബൾജ് ഉണ്ടാവും, ചെറിയ കുമിള. അത് പൊട്ടുന്നവരെ സൈലൻ്റ് ആയിരിക്കും, പൊട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ തലയുടെ ആൻജിയോഗ്രാം ചെയ്യും. ആൻജിയോഗ്രാമിൻ്റെ ഉള്ളിൽ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ കോയിലിംഗ് എന്ന് പറയുന്ന ചികിത്സ, അതായത് കയ്യിൽ കൂടെയോ അല്ലെങ്കിൽ കാലിൽ കൂടെയോ, നമ്മൾ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം ചെയ്യില്ല, അതേപോലെ തന്നെ ചെറിയ ട്യൂബുകൾ ഇട്ട് ഈ അന്യൂറിസത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ഉപയോഗിച്ച് അന്യൂറിസത്തിനെ മാത്രം അടയ്ക്കുന്നതിനാണ് അന്യൂറിസം കോയിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കാലിലെ രക്തക്കുഴലുകൾ. അത്തരം രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കാല് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹൃദയം എന്നാണ് എപ്പോഴും പറയുക. കാരണം നമ്മൾ കാലിലെ മസിലുകൾ നല്ലോണം ആക്റ്റീവ് ആയാൽ മാത്രമേ ബാക്കി എല്ലാ അവയവങ്ങൾക്കും ആവശ്യത്തിനുള്ള ഒരു
ഹെൽത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ പൊതുവേ നമ്മൾ ശ്വാസകോശം ആവശ്യത്തിന് നടന്നാലും ആവശ്യത്തിന് ഓടുന്ന ഒരാൾക്ക് ശ്വാസകോശം നല്ലോണം വികസിക്കുള്ളൂ. ഹൃദയത്തിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നടത്തം, അല്ലെങ്കിൽ ഓട്ടം, അല്ലെങ്കിൽ എക്സസൈസ്. ഇതിനെല്ലാം നമ്മൾ കാല് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ കാലിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നത് നമ്മൾ അത്രയും തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കൂടുതലും ഇത് പുകവലിക്കുന്നവർക്കാണ് വരിക. അതിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ച് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് സ്റ്റെൻറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. കാല് തുറക്കാതെ തന്നെ ചെറിയ ട്യൂബുകൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഡിവൈസുകൾ കൊണ്ടുപോയി ഈ ബ്ലോക്കിനെ മാറ്റുന്നതിനെയാണ് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സാ രീതി. സ്ത്രീകളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പം പ്രധാനമായിട്ടും കാണുന്നതാണ് ഫൈബ്രോയിഡുകൾ അല്ലേ, യൂട്രസ് ഫൈബ്രോയിഡുകൾ. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ എന്താണ് ചെയ്യുന്നത്? മെനോപോസിന് മുമ്പുള്ളൊരു സ്ത്രീയാണ്, അവർക്ക് നല്ല ബ്ലീഡിങ് ഉണ്ട്, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫൈബ്രോയിഡിന് ചികിത്സ ആവശ്യമുള്ളൂ ഒന്നാമത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കാർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കൂടെ ചെറിയ ട്യൂബുകളിട്ട് തരിപ്പിച്ചിട്ട് കയ്യിൽ ഇവിടെ മാത്രം നമ്മൾ തരിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ട്യൂബ് ഇട്ട് നമ്മൾ ഗർഭപാത്രത്തിലെ രക്തക്കുഴലിൻ്റെ ഉള്ളിലെത്തും. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി രക്തക്കുഴലിലെത്തി ആ ഗർഭപാത്രത്തിലെ മുഴകൾക്കുള്ള ബ്ലഡ് സപ്ലൈ അങ്ങ് നമ്മൾ ബ്ലോക്ക് ആക്കും. ചെറിയ പൊടി പോലത്തെ ഒരു പ്രത്യേകതരം മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക് ആക്കുന്നത്. ഈ ബ്ലഡ് വെസൽസിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറീസ് എന്ന് പറയുന്ന ലെവലിൽ അത് ബ്ലോക്ക് ആവും. ഇത് ആ ഫൈബ്രോയിഡിന് മാത്രമുള്ള ആ ബ്ലഡ് സപ്ലൈ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഫൈബ്രോയിഡിന് ആവശ്യത്തിനുള്ള രക്തം കിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ട്യൂമറിന് രക്തം കിട്ടാതിരുന്നാൽ അത് അപ്പോൾ തന്നെ കരിയും. അത് കരിഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ അതങ്ങനെ ചുരുങ്ങി മാഞ്ഞു പോകും, കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോകും. അപ്പോൾ നമുക്കതിലൊരു സൈസ് ക്രൈറ്റീരിയ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 15 സെൻറ്റിമീറ്റർ വരെയുള്ള ഫൈബ്രോയിഡുകളാണ് നമ്മൾ മാക്സിമം ചെയ്യാറ്. 15 മേലെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവേ സർജറിക്കാണ് ഇതാക്കുക. പിന്നെ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ്, ചില ആൾക്കാർ പറയും മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സിന് ഇത് ചെയ്യാം. ഒരെണ്ണം ആണെങ്കിലും 100 ഫൈബ്രോയിഡ് ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ സൈസും പൊസിഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു MRI എടുത്ത് നോക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ. മിക്കവാറും ആൾക്കാർക്ക് 99% ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ബ്രസ്റ്റിൽ എത്രത്തോളം സാധ്യത ഉണ്ട്? ബ്രസ്റ്റിൽ ഇപ്പോൾ ഫൈബ്രോയിഡ് അഡിനോമ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ബ്രസ്റ്റിൽ അഡിനോമ എന്ന് പറയുന്നത് ഒരു ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത അല്ലെങ്കിൽ ക്യാൻസർ ആവാൻ വളരെ സാധ്യത കുറവുള്ള ഒരു ട്യൂമറാണ്. പക്ഷേ അത് വലിപ്പം വയ്ക്കുന്നവരോ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ കോസ്മെറ്റിക് ആയിട്ടുള്ള റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ഫൈബ്രോയിഡിനോമ ഇതുപോലെ എടുക്കുക. 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു ഫൈബ്രോയിഡിനോമയാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ചെറിയ നമ്മളുടെ ഒരു പെന്നിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ആ ഒരു സൂചിക്ക്. തരിപ്പിച്ചിട്ട് ആ സൂചി പോകാനുള്ള ഭാഗം മാത്രം നമുക്ക് തരിപ്പിച്ചാൽ മതി. സ്കിന്നിൽ അത്രയും ഭാഗം മാത്രം തരിപ്പിക്കുക. എന്നിട്ട് ഫൈബ്രോയിഡിനോമിൻ്റെ അടിയിലേക്ക് നമ്മൾ അൾട്രാസൗണ്ട് വെച്ച് നോക്കി കറക്റ്റായിട്ട് ഈ നീഡിൽ പാസ് ചെയ്യും. ആ നീഡിലിന് ഒരു പ്രത്യേകതരം വാക്വം ഫോഴ്സ് ഉണ്ട്. ആ വാക്വം ഫോഴ്സ് ഈ ഫൈബ്രോയിഡിനോമിനെ മുഴുവനായിട്ട് സക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും. രോഗിക്ക് അന്ന് തന്നെ വീട്ടിൽ പോകാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സ്കാർ ഉണ്ടാവില്ല. ഇപ്പോൾ ഇനി പുരുഷന്മാരുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ പ്രോസ്റ്റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഇതാണ്. പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വരിക, മൂത്ര തടസ്സം വരിക, ഇതിലെങ്ങനെയാണ് അതിൻ്റെ ഒരു റോള്? കൂടുതൽ ആൾക്കാർക്കും ബിനൈനായിട്ടുള്ള, അതായത് ക്യാൻസർ അല്ലാത്ത സ്വെല്ലിംഗ് ആയിരിക്കും. ഈ സ്വെല്ലിംഗ് വരുമ്പോൾ മൂത്രസഞ്ചിൻ്റെ തൊട്ട് താഴെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കിടക്കുന്നത്. അപ്പോൾ ഈ സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പോകാനുള്ള പാത അങ്ങ് ചുരുങ്ങി പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, ഒന്ന് സ്പീഡ് കുറയുക, രണ്ടാമത്തെ കുറച്ച് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും വീണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ച് രാത്രി ആകുമ്പോൾ ഒരുപാട് തവണ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. അതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ നമ്മളിതൊരു പേഷ്യൻ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. ക്യാൻസർ ആണെങ്കിൽ നമ്മളിത് പൊതുവേ ഈ പ്രൊസീജിയർ ചെയ്യാറില്ല. ക്യാൻസർ അല്ലെങ്കിൽ 2 ഓപ്ഷൻസാണ്. ഒന്ന് സർജന്മാർ ചെയ്യുന്ന പല പ്രോസ്റ്റേറ്റ് കട്ട് ചെയ്യുന്ന ഓപ്ഷൻ. ഇനി സർജറിക്ക് ഫിറ്റ് അല്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ സർജറിക്ക് ചിലപ്പോൾ ഫിറ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മരുന്ന് നിർത്തേണ്ടി വരും സർജറി ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ മരുന്ന് നിർത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പം മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ അനസ്തീഷ്യ റിസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ ചെയ്യാം. ഫൈബ്രോയിഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ചെറിയ ട്യൂബുകൾ പ്രോസ്റ്റേറ്റിൻ്റെ അടുത്തേക്കുള്ള രക്തക്കുഴൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ പോയി വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഇടുമ്പോൾ ആ രക്തക്കുഴൽ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തെ രക്തക്കുഴൽ അടയുന്നു. അത് അടയുമ്പോൾ പ്രോസ്റ്റേറ്റിൽ ആവശ്യമില്ലാത്ത ദശകളൊക്കെ കരിഞ്ഞ് അത് ചുരുങ്ങുന്നു. അത് ചുരുങ്ങുമ്പോൾ ഈ മൂത്രസഞ്ചിയുടെ പാത കുറച്ചും കൂടി വികസിക്കും. അതാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ രക്തക്കുഴലിനെ തുറക്കുക. എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിന് ഒരെണ്ണത്തിന് അടയ്ക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് തൈറോയിഡ്. എല്ലാ പ്രായത്തിലുള്ള ആളുകളിലും കാണുന്നതാണ്. തൈറോയിഡിനും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ? അതെ,
2 രീതിയിൽ തൈറോയിഡിൽ ചെയ്യാം. ഒന്ന് തൈറോയിഡിൽ ഡയറക്റ്റ്ലി അൾട്രാസൗണ്ട് വെച്ച് നോക്കി ഡയറക്റ്റ്ലി ഒരു പ്രത്യേകതരം സൂചി, അബ്ലേഷൻ നീഡിൽ എന്ന് പറയുന്ന ഒരു സൂചി ഇറക്കി മുഴനെ മാത്രം നമുക്ക് കരിയിച്ച് കളയാം. അതിനെയാണ് തൈറോയിഡ് അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ ഡേ കെയർ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ മാത്രം തരിപ്പിച്ചാൽ മതി. ഇപ്പോൾ ചെറിയ മുഴകളൊക്കെ ഉള്ളവർക്ക് ഒരു 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴകളൊക്കെയാണ് സാധാരണയായിട്ട് ഇതെടുക്കുന്നത്. ഇനി ചില ആൾക്കാർക്ക് വലിയ തൈറോയിഡിൻ്റെ സ്വെല്ലിംഗ് ഉള്ളവരുണ്ടാവും. അതായത് ഇപ്പോൾ നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തൈറോയിഡ്, ഈ ചെസ്റ്റിൻ്റെ ക്യാവിറ്റിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തൈറോയിഡ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതുപോലെ തന്നെ കയ്യിൽ കൂടെ തരിപ്പിച്ചിട്ട് ആൻജിയോഗ്രാമിൽ കൂടെ തൈറോയിഡിൻ്റെ ആർട്ടറി കണ്ടുപിടിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യും. അത് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ തൈറോയിഡ് ഒന്ന് ചുരുങ്ങും. തൈറോയിഡ് ചുരുങ്ങി ഈ നെഞ്ചിലുള്ള തൈറോയിഡ് ചുരുങ്ങി ചിലപ്പോൾ അത് മുകളിലേക്ക് വരും, ചിലപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ചുരുങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 മന്ത്സിൽ ക്യൂറും. അപ്പോൾ ഭാവിയിൽ അയാളെ സർജറിക്ക് ഫിറ്റ് ആവാൻ, മറ്റ് ഈ നെഞ്ചിലേക്ക് ഇറങ്ങിയ തൈറോയിഡ് സർജറി ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഐസ്ബർഗ് ടെക്നിക്ക് എന്നാണ് ഇതിനെ പറയുക. ഈ മുകളിലത്തെ ഭാഗം കഴിയുമ്പോൾ ഈ താഴത്തെ ഭാഗം ചിലപ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ സർജറി ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇത് എംബോളൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ താഴത്തെ ഭാഗം ചിലപ്പോൾ കരിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇല്ലാതായി പോകും. യൂഷ്വലി നമ്മൾ 6 മന്ത്സ് ആണ് പറയാറ്. ചില ആൾക്കാർക്ക് 1 to 2 മന്ത്സിൽ തന്നെ അത് നടക്കാറുണ്ട്. പക്ഷേ ഈ അടുത്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നതിന്. കഴിഞ്ഞ ഒരു മേ ബി ഒരു 5-6 കൊല്ലത്തിനുള്ളിലാണ് ആ ട്രീറ്റ്മെൻറ്റുകൾ വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് വെരിക്കോസ് വെയിൻ. ഇപ്പോൾ കാലിലെ ഞരമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ കാണാം. വെരിക്കോസ് വെയിന് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ചികിത്സ ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഈ വെരിക്കോസ് വെയിൻ കാരണം കാലിലെ തൊലി ഡാമേജായി അവിടെ പുണ്ണ് വരാം. കാലിലെ ആംഗിളിൻ്റെ അവിടെ കറുത്ത് അവിടെ ഒരു ഉണങ്ങാത്ത പുണ്ണുകൾ ഉണ്ടാവുക. അതാണ് വെരിക്കോസ് വെയിൻ്റെ ഏറ്റവും സിവിയർ സ്റ്റേജ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മളിത് കൂടുതലായിട്ട് ചികിത്സിക്കുക. ബേസിക്കലി വെരിക്കോസ് വെയിനിൽ ഈ പുണ്ണുകൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ കാലിലെ തൊലി എങ്ങനെയാണ് ഡാമേജ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധ രക്തക്കുഴലിൻ്റെ പ്രശ്നമാണ്. ഈ അശുദ്ധ രക്തക്കുഴൽ കാലിൻ്റെ താഴെ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകേണ്ട രക്തക്കുഴലുകളാണ്. അധികം പ്രഷർ ഇല്ലാത്ത സിസ്റ്റമാണ് ഈ ശുദ്ധ രക്തക്കുഴൽ. ആർട്ടറീസ് പോലെ അത്രയും പ്രഷർ ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഈ അശുദ്ധ രക്തക്കുഴലിൻ്റെ സിസ്റ്റം. അപ്പം നമ്മൾ ഈ കൂടുതലായിട്ട് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ടീച്ചർമാർ, ഹോട്ടൽ ജോലിക്കാർ, ക്യാഷിൽ നിൽക്കുന്നവർ, ബസ്സിലെ കണ്ടക്ടർമാർ, അങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്ന ഏത് ജോലിയുള്ളവരാണെങ്കിലും അവർക്ക് കാലിൻ്റെ തുടയിലവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ചിലപ്പോൾ ലൂസാവും. പൊതുവേ പ്രഗ്നൻസി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാകും. ആ വാൽവ് ലൂസാവുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഈ രക്തം മുകളിലേക്ക് പോയിട്ട് ആ വാൽവ് ക്ലോസ് ആവും. ഈ വാൽവ് ലൂസായവർക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും ആ രക്തം താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ അശുദ്ധ രക്തം അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ആ വെയിനിന്, അതായത് ആ രക്തക്കുഴലിന് അതിന് ഉൾക്കൊള്ളാവുന്നതിനെക്കാട്ടിലും കൂടുതൽ അശുദ്ധ രക്തം അവിടെ വരും. അപ്പോൾ അത് തടിച്ച് ഒരു മണ്ണിര പോലെ വലുതായി. ചില ആൾക്കാരുടെ കാലുകൾ നോക്കിയാൽ കാണാം, അങ്ങനെ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന വലിയ രക്തക്കുഴലുകൾ ഇങ്ങനെ കാണാം. അതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ അശുദ്ധ രക്തത്തിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത കെമിക്കൽസ്. നോർമലി ഇത് പല അവയവങ്ങളിലും ചെന്നിട്ട് അത് പ്യൂരിഫൈ ആയിട്ട് വേണം, ഇപ്പോൾ ലങ്സോ അല്ലെങ്കിൽ ലിവറോ കിഡ്നിയിലൊക്കെ ചെന്ന് അത് ആ രക്തം പ്യൂരിഫൈ ആവണം. പക്ഷേ ഇത് അവിടേക്ക് പോകുന്നില്ല, എല്ലാം കാലിൽ തന്നെ കെട്ടി നിൽക്കുകയാണ്. അപ്പം അത് ചുറ്റുമുള്ള ദശയിലേക്ക് പതുക്കെ ആ രക്തക്കുഴലിൽ നിന്ന് പതുക്കെ ഈ കെമിക്കൽസ് ചുറ്റുമുള്ള ദശയിലേക്ക് ഇറങ്ങും. അവിടെ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ, അതായത് എന്നും നിലനിൽക്കുന്ന മൈന്യൂട്ടായിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ, അത് അങ്ങനെ കുറേ കാലം നിൽക്കുമ്പോൾ അവിടുത്തെ തൊലി ഫസ്റ്റ് ഡാമേജോ, അതിൻ്റെ തൊലിയുടെ അടിയത്തെ കൊഴുപ്പും ഡാമേജോ, അതിനൊക്കെ ഒരു സ്കാറിങ് വരുന്ന പോലെ. വൺസ് ഈ സ്കാറിങ് വന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ആ പുണ്ണ് ഉണങ്ങാൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബുകൾ ഇട്ട് പ്രത്യേകതരം പശ പോലത്തെ മെറ്റീരിയൽ, ഗ്ലൂ തെറാപ്പി എന്ന് പറയും, ആ പശ വെച്ചിട്ട് ഈ വെയിനിന് അടയ്ക്കാം. അല്ലെങ്കിൽ ലേസർ പോലത്തെ ടെക്നോളജി, ലേസർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് കരിയിക്കുന്ന ടെക്നോളജി. അതൊക്കെ ഒരു പെന്നിൻ്റെ, ഒരു സാധാ ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ റീഫിലിൻ്റെ അത്രയും ആ ട്യൂബിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ. തരിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കരിയിച്ച് മേ ബി അന്ന് തന്നെ പോവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ പോവാം. ഇപ്പോൾ നമ്മൾ ഈ കാലിലെ കാര്യം പറയുമ്പം തന്നെ കാലിൽ അശുദ്ധ രക്തം പോകുന്ന കുഴലുകൾ തടസ്സപ്പെട്ട് ഭയങ്കരമായ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനുണ്ട്. അവിടെ എങ്ങനെയാണ് ഇത് റോള്? അപ്പോൾ കാലിലെ അശുദ്ധ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നതിനാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അതായത് കാലിലെ ഉള്ളിലത്തെ എല്ലിൻ്റെ അടുത്തുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവും. ഇത് ആർക്കാണ് ബ്ലോക്ക് ആവുന്നത്? ഒരു മേജർ സർജറി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് മുട്ടുമാറ്റിവൽ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ഒരുപാട് അനങ്ങാൻ പറ്റാത്ത ശസ്ത്രക്രിയകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ICUവിൽ കിടക്കുന്ന, കൈയും കാലും അനങ്ങാൻ പറ്റാത്ത വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥ, അങ്ങനത്തെ ഉള്ളവർക്കാണ് ഈ അശുദ്ധ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് സ്ത്രീകൾ OC പിൽസ് ഉപയോഗിക്കുന്നവർക്കും ഇത് വരാം. അപ്പോൾ അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാലിൽ അശുദ്ധ രക്തം നേരെ ഒഴുകുന്നത് നേരെ ഹൃദയത്തിലേക്കാണ്, അവിടെ നിന്ന് ലങ്സിലേക്കും.
അപ്പോൾ ഈ രക്തക്കട്ട ഈ ഒഴുക്കിനനുസരിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയി ഒരു വലിയ കഷ്ണം ചിലപ്പോൾ നേരെ പോയി ലങ്സിൻ്റെ ഉള്ളിൽ അടയാം. അതിനാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിത് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസിനെ പറ്റി പറയാം. കാലിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ കാലിൻ്റെ ഇടുപ്പിൻ്റെ താഴെയാണ് ബ്ലോക്കെങ്കിൽ നമ്മൾ രോഗി വന്നാലും ആദ്യം ഒന്ന് നമ്മളതിൻ്റെ സ്കാനൊക്കെ ചെയ്ത് നമ്മൾ മരുന്നുകളായിരിക്കും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇഞ്ചക്ഷനായിട്ട് രക്തം അലിയിക്കുന്ന മരുന്നുകളായിരിക്കും ട്രീറ്റ്മെൻറ്റ്. കുറച്ച് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്ത് ആൾക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ആൾ ഡിസ്ചാർജ് ആക്കും. രണ്ടാമത്തെ, ഇടുപ്പിൻ്റെ മേലേക്ക് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് CT സ്കാനൊക്കെ ചെയ്ത് നോക്കി അതിനുള്ള കാരണം കണ്ടെത്തും. അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ട്യൂമറുള്ള ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ അവിടെ രക്തക്കുഴലിനെ പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. ഇനി ചില ആൾക്കാർക്ക്, ചിലതല്ല മിക്കവാറും ആൾക്കാർക്ക് ട്യൂമറൊന്നും ഉണ്ടാവില്ല. അവർക്ക് തനിയെ രക്തം കുഴൽ അമരുന്നൊരവസ്ഥയുണ്ട്. മറ്റൊരു രക്തക്കുഴൽ ഇതിൻ്റെ മേലെ വന്ന് പ്രസ്സായിട്ട്, അതിനെയാണ് മെയ് ടേണർ സിൻഡ്രോം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇടത്തെ കാലാണ് കൂടുതലായിട്ട് ബ്ലോക്ക് ആവുന്നത്. അങ്ങനെയുള്ളതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 20 ദിവസത്തിനുള്ളിലാണ് ആൾ വരുന്നതെങ്കിൽ നമ്മളടുത്ത് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കും. ഒന്ന് മരുന്ന് മാത്രമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ക്ലോട്ട് വലിച്ചു ഊരിക്കളയുന്ന പ്രൊസീജിയർ. ഈ ആൻജിയോഗ്രാം ചെയ്ത് ക്ലോട്ട് വലിച്ചു ഊരിക്കളയുന്ന പ്രൊസീജിയറിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പെട്ടെന്ന് ഡീക്ലോട്ട് ചെയ്യണം. റിസ്ക് ഓഫ് പൾമണറി എംബോളിസം, അതായത് മുകളിലോട്ട് ക്ലോട്ട് പോകാനുള്ളതിൻ്റെ സാധ്യത വളരെയധികം കുറയും. രണ്ടാമത്തത്, ആ വെയിനിനെ നമുക്ക് രക്ഷിക്കാം. ആ വെയിനിൽ അവിടെ ക്ലോട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈവൻ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പോലും, സാധാരണ മരുന്നുകളുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും, ഒരു 40 മുതൽ 60% ആൾക്കാർക്ക് ആ വെയിൻ അവിടെ തന്നെ, അതിൻ്റെ ഉള്ളിൽ ക്ലോട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കും. ഈവൻ കുറച്ച് ഭാഗം ക്ലിയർ ആവുമെങ്കിലും വലിയ രോഗലക്ഷണങ്ങളൊന്നും അവർക്ക് ഇനീഷ്യലി ഉണ്ടാവില്ല. പക്ഷേ അവർക്കൊരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഈ ക്ലോട്ട് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. അത് ഈ നരമ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാം. ആ നരമ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുമ്പോൾ നരമ്പിൽ കൂടെയുള്ള അശുദ്ധ രക്തമൊഴുക്ക് അങ്ങ് നിൽക്കും. അപ്പോൾ അവർക്ക് ഭാവിയിൽ കാലിൽ പുണ്ണു, വെരിക്കോസ് വെയിൻ്റെ എക്സ്ട്രീം സ്റ്റേജ് പോലെ തന്നെ തോന്നും. അതിനാണ് പോസ്റ്റ് ത്രോംബോട്ടിക് സിൻഡ്രോം എന്ന് പറയുക. കാലിൽ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നീര് വരിക, പിന്നെ ചൊറിച്ചിൽ വരിക, അതിൽ തന്നെ കാലിൽ പുണ്ണ് വരാം. അതിനാണ് പോസ്റ്റ് ത്രോംബോട്ടിക് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഈ പോസ്റ്റ് ത്രോംബോട്ടിക് സിൻഡ്രോം വരാതിരിക്കാനാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം പെട്ടെന്ന് ചെയ്യുന്നത്. ഈ ക്ലോട്ട് എത്രയും വേഗം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വെയിനിനെ നമുക്ക് രക്ഷിക്കാം. ഇടുപ്പിന് മേലേക്ക് ബ്ലോക്കുള്ള ഒരാൾക്കാണ് DVT ത്രോംബക്ടമി ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ രക്തക്കുഴലിൽ ചുരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെയിനിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവിടെ സ്റ്റെൻഡ് ചെയ്യും. ഇതിന് പ്രധാന ക്രൈറ്റീരിയ നമ്മളുടെ അടുത്ത് എപ്പോഴെത്തുന്നു എന്നുള്ളതാണ്. 20 ദിവസത്തിനുള്ളിൽ എത്തുകയാണെങ്കിലാണ് സാധാരണ ചെയ്യുക. 20 ദിവസത്തിന് ശേഷമാണെങ്കിൽ ഈ DVT ത്രോംബക്ടമി, കാരണം ഈ ക്ലോട്ട് ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് സക്സസ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് 6 മാസം കഴിഞ്ഞിട്ടും രോഗലക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ആ വെയിൻ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോയി എന്ന് വിചാരിക്കുക, പോസ്റ്റ് ത്രോംബോട്ടിക് സിൻഡ്രോമിൽ പോയി. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം എക്സസൈസ് തെറാപ്പിയും സ്റ്റോക്കിങ്സൊക്കെ കൊടുക്കും. എന്നിട്ടും മാറ്റമില്ല എങ്കിൽ നമ്മൾ ആ അടഞ്ഞ വെയിനിനെ തുറക്കാൻ പറ്റും. വീനസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അത് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്, പക്ഷേ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ചില ആൾക്കാർക്ക് നെഞ്ചിലേക്ക് ക്ലോട്ട് പോയി എന്ന് വിചാരിക്കുക. നെഞ്ചിലേക്ക് ക്ലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻ തന്നെയാണ്. ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ DVTയുടെ തന്നെ എക്സ്ട്രീം ഒരു കോംപ്ലിക്കേഷനാണ് പൾമണറി എംബോളിസം. അതായത് നെഞ്ചിലേക്ക് ക്ലോട്ട് പോവുക. നെഞ്ചിലേക്ക് ക്ലോട്ട് പോയാൽ ചിലപ്പോൾ ആൾ പെട്ടെന്ന് മരിക്കാം. ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞൊരു യുവതി പെട്ടെന്ന് അറസ്റ്റ് വന്ന് മരിക്കുക, അങ്ങനെയുള്ളവർ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ആളുടെ കണ്ടീഷൻ നല്ല അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ട്യൂബുകളിട്ട് തൊടയിൽ കൂടെ പോയി ഈ ലങ്സിൻ്റെ ഉള്ളിൽ ക്ലോട്ട് മുഴുവൻ വലിച്ചു ഊരുന്ന പൾമണറി ത്രോംബക്ടമി പറയും. ഇനി ആൾ കുറച്ച് സ്റ്റേബിളാണ്, കുഴപ്പമില്ല, മരുന്നിന് ഏൽക്കാൻ കുറച്ച് സമയമുണ്ട്, ഒരു 6 hours മുതൽ 24 hours വരെ ആൾ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആൾക്ക് ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ലങ്സിൻ്റെ കാര്യത്തിൽ. കാരണം ത്രോംബോലൈസിസ് നല്ല എഫക്റ്റീവാണ്, അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഇഞ്ചക്ഷൻ തന്നെയാണ്. പ്രധാനപ്പെട്ടതാണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്, അതല്ല ഈ ഡയബറ്റിക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കെയർ ചെയ്യേണ്ടതും ഫുഡാണ്. അപ്പം ഇത്തരം വരുന്ന കാലിൽ വരുന്ന വ്രണങ്ങളോ അല്ലെങ്കിൽ മറ്റെല്ലാം കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ത് റോളാണ് ആ സ്റ്റേജിൽ? നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഡോക്ടർ ചാൾസ് ഡോട്ടർ എന്ന് പറയുന്ന റേഡിയോളജിസ്റ്റാണ്. മൂപ്പരാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയും ബാക്കിയുള്ള എല്ലാ ആൻജിയോപ്ലാസ്റ്റിയുടെയും പിതാവ് എന്നാണ് കണക്കാക്കുന്നത്. 1964 മൂപ്പർ ആദ്യം ചെയ്ത പ്രൊസീജിയറാണ് ഈ ഡയബറ്റിക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി. ഇപ്പോഴും യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. മൂപ്പർ ഹൃദയത്തിലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാലിലെ ആൻജിയോപ്ലാസ്റ്റിയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഡയബറ്റിക് ഫുഡിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കാർക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് റോളുണ്ട്. നമ്മൾ അതിലെ രക്തയോട്ടം ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന്. കാരണം രക്തയോട്ടം അങ്ങോട്ട് വന്നാൽ ആവശ്യത്തിനുള്ള ഹീലിംഗ് നടക്കുള്ളൂ. ഈ രക്തക്കുഴലിൻ്റെ കൂടെയാണ് ആവശ്യത്തിനുള്ള ഓക്സിജൻ വരുന്നത്. ഈവൻ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം
ഇപ്പോൾ കഴിക്കുന്നതായാലും ഇഞ്ചക്ഷനിൽ കൂടെ കൊടുക്കുന്ന മരുന്നുകളായാലും എല്ലാം രക്തത്തിൽ അലിഞ്ഞിട്ട് വേണം അങ്ങോട്ടെത്താൻ. അപ്പോൾ രക്തക്കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ ആവശ്യത്തിനുള്ള വോളിയം ആ മരുന്നുകൾ അങ്ങോട്ടെത്തില്ല. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിൽ ആവശ്യത്തിനുള്ള വോളിയമുള്ള ആൻറ്റിബയോട്ടിക് അങ്ങോട്ടെത്തില്ല. അപ്പോൾ നമ്മൾ ഈ രക്തക്കുഴൽ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്തയോട്ടം ശരിയാക്കുന്നു. ഒപ്പം തന്നെ സർജൻ്റെയോ അല്ലെങ്കിൽ പോഡിയാട്രി സ്പെഷ്യലിസ്റ്റിൻ്റെയോ ആവശ്യം കൂടെ വേണം. കാരണം ആ ഇൻഫെക്ഷൻ ഉള്ള ഭാഗം അവർ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഡയബറ്റിക് ഫുഡിലെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് എന്നിട്ടായിരിക്കും അവർ അത് കട്ട് ചെയ്യുക. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ദശ കട്ട് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ ലിമിറ്റാക്കാം. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ടീം പ്ലേ ആണ്. അപ്പോൾ മറ്റ് ക്യാൻസർ അല്ലാത്ത മുഴകളുണ്ടാവുമല്ലോ, ഇപ്പോൾ വയറിലൊക്കെ മുഴകൾ കാണാം, ക്യാൻസർ അല്ലാത്ത അത്തരം മുഴകൾ നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധ്യം വരും. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലിവർ ഹെമാൻജിയോമ എന്ന് പറയുന്ന അത് കരളിലുണ്ടാവുന്ന ക്യാൻസർ അല്ലാത്ത ഒരു ടൈപ്പ് മുഴയാണ്. ചില ആൾക്കാർക്ക് അത് വളരെ വലിപ്പം വയ്ക്കാം. അപ്പോൾ പണ്ട് ഇതിനെന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹെമാൻജിയോമകൾ, അതായത് ചില ഹെമാൻജിയോമകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി കംപ്രഷൻ സിംറ്റംസ് മറ്റ് അവയവങ്ങളെ അമർത്താം, അല്ലെങ്കിൽ വയറ് ഇടയ്ക്ക് വേദനിക്കാം, ലിവർ തന്നെ സ്ട്രെച്ച് ആകുമ്പോൾ വേദനിക്കാം. ചില ആൾക്കാർക്ക് അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു കാരണമില്ലാതെ തന്നെ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാക്കാം. അപ്പോൾ പൊതുവേ ഇതൊരു 40 to 60 years ഉള്ള ഒരു ഫീമെയിൽസിനാണ് പൊതുവേ ഇത് കാണുന്നത്, ആണുങ്ങൾക്കും ഇത് കാണാം. അപ്പോൾ ലിവർ ഹെമാൻജിയോമ ചെറുതാണെങ്കിൽ ആർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട, വളരെ വലുത്. അപ്പോൾ നമ്മളിവിടെ ഒരു സൈസ് ക്രൈറ്റീരിയ ഒരു 5 അല്ലെങ്കിൽ 6 centimeter മേലെയൊക്കെ ഉള്ള അല്ലെങ്കിൽ വലിപ്പം വയ്ക്കുന്നതായിട്ടുള്ള ലിവർ ഹെമാൻജിയോമകൾക്കാണ് നമ്മളിത് ചെയ്യാം. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ കൈ കൂടെ അല്ലെങ്കിൽ തുടയിൽ കൂടെ ചെറിയ ട്യൂബുകളിട്ട് ലിവറിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം കണ്ടുപിടിക്കും. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രത്യേകതരം ഒരു മരുന്ന് ബ്ലിയോമൈസിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. സാധാരണ ഇത് കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ്. പക്ഷേ അതിൻ്റെ കീമോതെറാപ്പി പ്രോപ്പർട്ടി മാത്രമല്ല, വേറെ അതിൻ്റെ സ്ക്ലീറോസിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കൂടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ക്യാൻസർ അല്ലെങ്കിൽ പോലും ഈ മരുന്ന് അവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ രക്തക്കുഴലിനെ നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വലിയ ട്യൂമർ, അതായത് മേ ബി ഒരു 20 centimeter ഉള്ള ട്യൂമറൊക്കെ കാലക്രമേണ ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പതുക്കെ അങ്ങനെ ഷ്രിങ്ക് ചെയ്ത് അതങ്ങനെ മേ ബി ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി അങ്ങോട്ട് ഇല്ലാതായിപ്പോൾ. അപ്പോൾ നമ്മൾ ക്യാൻസറസ് അല്ലാത്ത മുഴകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇതിൻ്റെ റോൾ എന്താ? എക്സാക്ട്ലി. ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന് ഇൻ്റർവെൻഷൻ റേഡിയോളജീൻ്റെ ഒരു സബ്സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ ഓൺകോളജി എന്ന് പറയുന്നത്. അതായത് ഓൺകോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകൾ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ പല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൈറോയിഡിൻ്റെ പറഞ്ഞല്ലോ, അബ്ലേഷൻ ഡയറക്റ്റ്ലി സൂചിയിട്ട്, അതുപോലെ തന്നെ ലിവറിൻ്റെ ഉള്ളിലോ ലങ്സിൻ്റെ ഉള്ളിലോ ഉള്ള ട്യൂമറുകളെ നമുക്കിതുപോലെ സൂചിയിട്ടിട്ട് കരിയിക്കാം. ശരീരത്തിൽ മറ്റെവിടെയുള്ള ട്യൂമറുകളെയും നമ്മൾ അത് കരിയിക്കാം. പക്ഷേ എല്ലാത്തിനും സ്റ്റേജിങ് അനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ പൊതുവേ ഇത് നമുക്ക് പൊതുവേ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, അതായത് അവിടെ മാത്രം ബാക്കിയുള്ള ട്യൂമറുകളാണ്. ഏറ്റവും കൂടുതലായിട്ട് ഇത് ലിവറിൻ്റെ ഉള്ളിൽ തന്നെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്ന ടൈപ്പിനാണ് ഇത് യൂസ് ചെയ്യുക. ഡയറക്റ്റ്ലി നമ്മൾ ആ ലിവറിൻ്റെ ആ ട്യൂമറിനെ അൾട്രാസൗണ്ടിലോ CT-യിലോ വിഷ്വലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഒരു സൂചി ഇറക്കും. എന്നിട്ട് അതിൻ്റെ ആ വോളിയം അത്രയും നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഹീറ്റ് എനർജി കൊടുത്ത് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കരിയിക്കും. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹെമാൻജിയോമയ്ക്ക് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ സെയിം രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ട്യൂബുകളിട്ട് ലിവറിൻ്റെ ട്യൂമറിൻ്റെ ബ്ലഡ് സപ്ലൈ കണ്ടിട്ട് അതിലേക്ക് നമ്മൾ പ്രത്യേകതരം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കീമോതെറാപ്പി മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്യൂമർ അങ്ങ് കരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീമോതെറാപ്പിയുടെ പൊതുവേ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കീമോതെറാപ്പി മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലും ആ കീമോതെറാപ്പി മരുന്ന് ഒരുപോലെ ഓൾമോസ്റ്റ് ഒരുപോലെ അത് പടരും. അപ്പോൾ അത് കാരണമാണ് ഈ മുടി കൊഴിച്ചിൽ, മുടിയുടെ സെല്ലുകളിൽ അത് വരുമ്പോഴാണ് മുടി കൊഴിച്ചിൽ എന്തൊക്കെ ഉണ്ടാകും. ഇവിടെ എന്താണെന്ന് പറയാൻ നമുക്ക് ഒരു ഹൈ ഡോസ് ഓഫ് മരുന്ന് കറക്റ്റ് ആ ട്യൂമറിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റും, ആ ഏരിയ മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടാവും. അപ്പോൾ പൊതുവേ ക്ഷീണമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. യൂഷ്വലി ഇതിപ്പോൾ ഒരു ഒറ്റ സിറ്റിങ്ങിൽ തന്നെ തീരും, അതാണ് ഇതിൻ്റെ ഗുണം. പക്ഷേ ഇതിൻ്റെ ഒരു ഏർലി ക്യാൻസർ ഡിറ്റക്ഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഏർലി സ്റ്റേജിലാണ് ഇത് പറ്റുക, സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ഇതേപോലെ തന്നെ ഈ കീമോതെറാപ്പി മരുന്നിന് പകരം റേഡിയേഷൻ്റെ മരുന്ന് നമുക്കിതുപോലെ ഇഞ്ചെക്ട് ചെയ്യാം. അതിനെയാണ് ടെയർ എന്ന് പറയുന്നത്. അതും നമുക്ക് ഇവിടെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം രക്തക്കുഴലുകളുടെ തടസ്സം മൂലം എന്തൊക്കെ അസുഖങ്ങൾ വരുന്നു, അതിനെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ എങ്ങനെയൊക്കെ മാറ്റാം, ഈവൻ ക്യാൻസർ മുഴകൾ വരെ എങ്ങനെ മാറ്റാം എന്ന് ഈ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.